തെക്കൻ കേരളത്തിൽ മഴ കനക്കുകയാണ്. ഇന്നലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ശക്തമായ കാറ്റിൽ പലയിടത്തും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് സ്കൂൾ ബസിന് മുകളിൽ മരം വീണു. പാലോട് പെരിങ്ങമലയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം ഈരാറ്റുപേട്ടയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി. സംസ്ഥാനത്ത് മഴ കനത്തതോടെ മഴക്കെടുതിയും രൂക്ഷം. ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. നെടുമങ്ങാട് വെമ്പായത്തും കാട്ടാക്കടയിലും വീടുകളിലും വെള്ളം കയറി. കൊല്ലത്തും സമാനമാണ് സ്ഥിതി. കല്ലുവാതുക്കൽ, കരിക്കോട്, ചാത്തന്നൂർ, കുരീപ്പുഴ ഭാഗങ്ങളിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. ഹൈവേയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് മരം വീണ് സ്കൂൾ ബസും കാറും തകർന്നു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാളകത്ത് MC റോഡിൽ വെള്ളക്കെട്ടായതും ഗതാഗതത്തെ ബാധിച്ചു. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കിള്ളൂരിന് സമീപം ബ്രേക്ക് ഡൌണായ ലോറിക്ക് പിന്നിൽ കാറുകൾ ഇടിച്ചു കയറി അപകടമുണ്ടായി. പാലോട് പെരിങ്ങമലയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. കനത്ത മഴയിൽ ജില്ലയിൽ മാത്രം 5 വീടുകൾക്ക് ഭാഗിക നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ നിലവിൽ 4 ക്യാമ്പുകളിലായി 14 കുടുംബങ്ങളിലെ 31 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്കുള്ള യാത്രയും നിരോധിച്ചു. വരും ദിവസങ്ങളിലും തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.